ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് പറഞ്ഞു തരാവേ. അതായത് നമുക്കറിയാം, നമുക്ക് ടാനൊക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ മാറാൻ, ഡാർക്ക് സ്പോട്ട് മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പം ആ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഉറപ്പായിട്ട് നിങ്ങളും ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ ഒരു ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒന്നുകിൽ കുക്കറിലിട്ടോ അല്ലാതെ ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പം അതൊന്ന് തണുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് പാലൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം. ഈ അരച്ചെടുത്തതിലേക്ക് ഒരു സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് നല്ലൊരു പാക്ക് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക. അടിപൊളിയായിട്ട് ടാനൊക്കെ മാറി, പിഗ്മെന്റേഷനൊക്കെ മാറി, ഡാർക്ക് സ്പോട്ടൊക്കെ മാറി അടിപൊളിയായിട്ട് ക്ലിയർ ആവും നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. ഒരു ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഫേസ് നല്ല ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ചിട്ട് നമ്മളിതൊന്ന് ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ പാക്ക് ഇട്ടതിന് ശേഷം കഴുകിയിട്ട് വന്നിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് മറന്നു പോകരുത്. ഇപ്പോൾ ബോഡി പാക്കായി ഇടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബോഡി ലോഷൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുളിക്കുന്ന ടൈമൊക്കെ ആണെങ്കിലും ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളെന്ന് പറയുന്നത്, ബോഡിയിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കരുത്. അപ്പം ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ പാക്ക് ഇട്ടിട്ട് പിറ്റേ ദിവസം സോപ്പ് ഉപയോഗിക്കാൻ പോകരുത്. ഇപ്പം നിങ്ങൾക്ക് ആ പാക്ക് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പയറൊന്ന് പൊടിച്ച് വെച്ചേക്കുക. അവിടെ പച്ചപ്പയറില്ലേ, ചെറുപയർ, അത് പൊടിച്ച് വെച്ചേക്കുക. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്നും കുളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മഞ്ഞൾ, നാടൻ മഞ്ഞൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ മഞ്ഞൾ കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് അത് കുളിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓട്സൊക്കെ ഇച്ചിരി വില കൂടിയ സാധനമാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടും, എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് ഓട്സൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കുറച്ച് പാലിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് തൈരിലൊക്കെ കലക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ബോഡിയിൽ ഫുള്ള് യൂസ് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് കുളിക്കാം. പക്ഷേ സോപ്പ് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ കുളിച്ചതിന് ശേഷം നമ്മൾ ഫുള്ള് ബോഡിയിൽ കുറച്ചൊരു നനവ് കാണുമല്ലോ, ആ സമയത്ത് നമ്മളൊന്ന് ബോഡി ലോഷനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് നമുക്കൊരു ബ്രൈറ്റനിങ് തോന്നിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ ബോഡി നമുക്ക് ബ്രൈറ്റൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ ചെയ്യാതിരുന്നാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്കൊണ്ട് പറ്റുന്നത്, ഇപ്പം എല്ലാവർക്കും ഒന്നും ഇപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, വീട്ടിലുണ്ടാവണമെന്ന് വിചാരിക്കത്തില്ല, പല റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കാണും. അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളെ കൊണ്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ആയിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.